ഹലോ, ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെള്ളമൊക്കെ പോക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം മൈദപ്പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലവറും ഇട്ടിട്ട് ഒരു നാരങ്ങ നീരും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് ഒരു അരമണിക്കൂർ അടച്ച് വെക്കാം. പിന്നെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു 5 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ട് നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് വരാം. അരയണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക 2 വശവും. അതിനെല്ലാം ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. തലേന്ന് ചിക്കൻ എല്ലാം നല്ല മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ വളരെ എളുപ്പത്തിൽ കഴിയും. ഇതൊക്കെ ഒന്ന് തിരിച്ചിടാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എല്ലാ ചിക്കനും ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഈ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ അതിലേക്ക് ഒഴിക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, 1 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച ക്രഷ് ചെയ്ത് വെച്ച മിക്സിയിലുള്ള മല്ലിയിലയും പച്ചമുളകൊക്കെ ഇട്ട് അതിനുശേഷം ചിക്കനും ഇട്ട് മിക്സിയിലെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു നാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം കോൺഫ്ലവർ കലക്കി ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ കോൺഫ്ലവർ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ ചിക്കൻ വറ്റി നല്ല കട്ടിയായി വരും. അപ്പോൾ തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചിക്കനാണ്. ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം അറിയണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.